ഒരാൾ ദൈവത്തിൻ്റെ സോപ്പിട്ട് നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് ആൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണം ഹാഫ് ഇയർലി. സത്യം പറയുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പരീക്ഷ കേട്ടോ. അവനേക്കാളും ടെൻഷൻ എനിക്കാണേ. പോവാൻ നേരത്ത് മഴ എന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴ. അപ്പോൾ അവർ പറഞ്ഞു, അമ്മ എനിക്ക് തോണി ഉണ്ടാക്കി തരുമെന്ന്. അപ്പം ഞാൻ അവൻ്റെ ഡ്രൈവർക്കൊന്ന് വിളിച്ചു നോക്കി. അപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും എത്താമെന്ന്. എന്നാൽ തോണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. കാരണം അവർ ഞാനിപ്പോൾ ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമാവും, കരച്ചിലാവും, പിരിച്ചിലാവും. രാവിലെ തന്നെ അടിയോടടി പൊടിയടിക്കഞ്ഞാവും. അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട, രാവിലെ സങ്കടപ്പെടുത്തണ്ടെന്ന്. പക്ഷേ ആ തോണി ഉണ്ടാക്കി കൊടുത്തപ്പോൾ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ നേരെ മോനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. സത്യം പറയണമെങ്കിൽ കേട്ടോ, നമ്മൾ പോണ വഴി ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ ആൾക്കൊന്ന് ഷൂ ഒന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ അത് ഫുള്ള് നനഞ്ഞ് സീനാവുണ്ടെന്ന് കരുതി ചെരുപ്പൊക്കെ ഇട്ട ആളെ പറഞ്ഞയച്ചു. ഈ വഴി കണ്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ഇത് പൊതുവേ ഇവിടെ മഴ പെയ്താൽ ഇങ്ങനെ വെള്ളം നിൽക്കും. പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കരുതി റൂമിലേക്ക് പോയപ്പോഴാണ് കണ്ടത് എൻ്റെ പുത്രന് ഹെയർ ഓയിൽ മൊത്തം എടുത്ത് നിലത്ത് കളഞ്ഞിരിക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത യുദ്ധത്തിന് നിൽക്കാൻ. അപ്പോൾ ഓക്കെ, ടാറ്റാ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുതേ.